ഹായ് ഗൈസ്, എജുടെക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് LD ടൈപ്പിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ചാനലായിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ്, മലയാളം, ദെൻ ബാക്കി PSC എക്സാംസിന് നടത്തിയിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമ്മൾ ഡിഗ്രി ലെവൽ വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ 135/24 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. ഇതൊക്കെ നമുക്ക് പുതുതായിട്ടൊക്കെ വരുന്നതാണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് വൈൽ എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. എക്സ്ട്രീംലി തിൻ ആൻഡ് ബോൺ. എക്സ്ട്രീംലി തിൻ ആൻഡ് ബോൺ എന്ന് വെച്ചാൽ ഗോണ്ടാണ്. എക്സ്ട്രീംലി തിൻ ആൻഡ് ബോണിയുടെ ഉത്തരം വരുന്നത് ഗോണ്ടാണ്. നെക്സ്റ്റ് നോക്കിയാൽ ഗ്രാഫിറ്റി. ഗ്രാഫിറ്റി എന്ന് വെച്ചാൽ വാൾ പെയിൻറ്റിനെയാണ് നമ്മൾ ഗ്രാഫിറ്റി എന്ന് പറയുന്നത്. ഗ്രാഫിറ്റി എന്ന് വെച്ചാൽ വാൾ പെയിൻ്റാണ്. ഇത് നാളെയൊക്കെ എക്സാംസിനൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഗ്രാഫിറ്റി എന്ന് വെച്ചാൽ വാൾ ആർട്ടിനെയാണ് നമ്മൾ ഗ്രാഫിറ്റി എന്ന് വെച്ച് പറയുന്നത്. നെക്സ്റ്റ് ക്രൗച്ച്. ക്രൗച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെൻഡ് ചെയ്ത് നിൽക്കുക, കുനിഞ്ഞ് നിൽക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ക്രൗച്ച് വരുന്നത്. ലാസ്റ്റ് വൺ ഈസ് ക്ലോഡ്. ക്ലോഡ് എന്ന് വെച്ചാൽ ഒരു സ്റ്റുപ്പിഡ് അല്ലെങ്കിൽ ഒരു ഡൾ പേഴ്സണൊക്കെയാണ് നമ്മൾ ക്ലോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാസീവ് വോയിസ് ആണ്. ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻറ്റു പാസീവ് വോയിസ്. ഇതിന് ഉത്തരം വരുന്നത് ദ ന്യൂസ് ഈസ് റീഡ് ബൈ ഹിം എന്നാണ് വരുന്നത്. നെക്സ്റ്റ് വേ ഡാഷ് വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ. ഇതിന് ഉത്തരം വരുന്നത് ബി വെയർ ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദി സെൻറ്റൻസ് ഈസ് റോങ്. ഇതിനകത്ത് ഏതാണ് റോങ് സെൻറ്റൻസ് ആയിട്ടുള്ള ഐ വുഡ് റാദർ ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി. കാരണം ഇവിടെ എന്താണ് പ്രിഫർ ടു എന്ന് പറയുന്നത് ശരിയാണ്, നെയ്തർ നോർ ശരിയാണ്, ബോത്ത് ആൻഡ് ശരിയാണ്. ഇത് കണക്റ്റീവ്സസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ലോസ്റ്റ് ബീറ്റ് ഇറ്റ്. ഗെറ്റ് ലോസ്റ്റ് ബീറ്റ് ഇറ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഇമ്പരേറ്റീവ്, ഒരു കമാൻഡ് ആണ് കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഇൻട്രോഗേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നതാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. എക്സ്ക്ലമേറ്റീവ് എക്സ്ക്ലമേഷൻ മാർക്കിനകത്ത് അവസാനിക്കുന്നു. ഡിക്ലറേറ്റീവിന് നമുക്ക് പറയുന്ന മറ്റൊരു പേരാണ് അസർട്ടീവ് എന്നൊക്കെ പറയാം നമുക്ക് അതിന്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളതായിരിക്കും ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിനോണിം ഓഫ് ഇമ്മൊബിലൈസ്. ഇമ്മൊബിലൈസ് എന്ന് വെച്ചാൽ അതിൻ്റെ സിനോണിം അതായത് അനങ്ങാൻ പറ്റാത്തത്, പാരലൈസ് ഒക്കെ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കോൺവോക്കിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. കോൺവോക്ക് എന്ന് വെച്ചാൽ എന്താണെന്നൊന്ന് നോക്കാം. കോൺവോക്ക് എന്ന് വെച്ചാൽ വിളിക്കുക, എല്ലാവരെയും കൂടി അസംബ്ലി മീറ്റിംഗ്, അതായത് മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, അതിനെ നമുക്ക് എന്താണ് കോൺവോക്ക് എന്ന് പറയാം. അറ്റ്യൂറ്റേറ്റ്. അറ്റ്യൂറ്റേറ്റിൻ്റെ മീനിങ് വരുന്നത് പ്രവർത്തിക്കുക, പ്രേരിപ്പിക്കുക, ഒരു ആക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക, അങ്ങനെ. അതായത് നമ്മൾ എന്താണ് PSC പഠിക്കാൻ നമുക്കൊരു എന്താണ് മോട്ടിവേഷൻ എന്നൊക്കെ പറയത്തില്ല. ആക്ടിവിറ്റേറ്റ് എന്ന് വെച്ചാൽ മോട്ടിവേഷൻ, പ്രേരിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ആക്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയൊക്കെ. അതാണ് ആക്ടിവിറ്റേറ്റ്. കോൺവേക്ക് എന്ന് വെച്ചാൽ എന്താണ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുക, അതാണ് പറയുന്നത്. നെക്സ്റ്റ് ഇത് ക്ലോസ് ആണ്. ഇത് സിമ്പിളായിട്ട് കിട്ടും. ഇത് V2 ആയതുകൊണ്ട് തന്നെ V2 വുഡ് പ്ലസ് വിൻ ആണ്. അവിടെ V1 വരുമെന്ന് ഓർത്തിരിക്കുക. നമുക്കിത് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വുഡ് വോൺ എന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ V2ൻ്റെ കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെയാണ്, V2 വരുമ്പോൾ എങ്ങനെയാണ് വുഡ് ഷുഡ് കുഡ് പ്ലസ് വുഡ് അങ്ങനെ പോയിട്ട് പ്ലസ് V1 ഇവിടെ വരത്തുള്ളൂ കേട്ടോ. അവിടെ V2 വരത്തില്ല, V1 വരത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഫ്രേസൽ വെബ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് ദ കറക്റ്റ് ഫ്രേസൽ വെബ്സ് യൂസ് ചെയ്ത് ഐ പുട്ട് ഡാഷ് കണ്ടീഷൻ. അതായത് ഞാൻ എന്തോ ഒന്ന് പുട്ട് ഫോർവേഡ് ചെയ്തൊരു സജഷൻ പുട്ട് ഫോർവേഡ് ചെയ്തു. അതിന് പുട്ട് ഫോർവേഡ് എന്ന് വെച്ചാൽ ടു സജസ്റ്റ് ആൻ ഐഡിയ എന്നുള്ളതാണ്. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ എക്സ്റ്റിംഗ്വിഷ്, പുട്ട് ഓൺ എന്ന് വെച്ചാൽ വിയർ, ധരിക്കുക, അങ്ങനെയൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇനി എൻ്റെ പ്രൊസീജിയർ വാസ് പെയിൻഫുൾ ഡാഷ് എൻ്റെ പ്രൊസീജിയർ ഇതിനെ നാട്ടിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പ്രൊസീജിയർ എന്താണ്, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല മൊത്തത്തിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ പറയത്തില്ല. ആ ഒരു ടോണിലാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് മലയാളം ഡിസ്കസ് ചെയ്യാം. ശരിയായിട്ടുള്ള പദരൂപം എന്താണ് ഇവിടെ? മിഥ്യാധാരണയാണ് ശരിയായിട്ടുള്ള പദരൂപം. വസ്തുവിൻ്റെ 4 മൂലകളിൽ ഒന്ന് അർത്ഥം വരുന്ന പദം ഏതാണെന്നാണ്? അതാണ് ഓപ്ഷൻ C ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പദം പിരിച്ചെഴുതുക എന്നുള്ളതാണ്. പൊൽക്കരൽ കൂട്. പൊൽക്കരൽ കൂടിൻ്റെ അത് പിരിച്ചെഴുതുമ്പം പൊൻ കരൽ പ്ലസ് കൂട് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. പ്രഭാവം. പ്രഭാവം എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ വരുന്നത് ഓപ്ഷൻ C ആണ്. ശക്തി, മഹത്വം, മഹിമ. ഇത് PSC ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ധനാശി പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അവസാനിപ്പിക്കുക. ദിഗ്വിജയം, ദിഗ്വിജയം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വീട്ടുകാരൻ. വീട്ടുകാരൻ്റെ സ്ത്രീലിംഗം വീട്ടുകാരി, വീട്ടുകാരൻ, വീട്ടുകാരി. ഓക്കെ, ഇതിന് ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. ഇത് ഓപ്ഷൻ A ആണ് വരുന്നത്. കാറ്റും മഴയും വരുമ്പോഴേക്കും അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും.
ഓക്കെ, നെക്സ്റ്റ് 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പോയട്രി ഇസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ തിങ്സ്. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ദി ഇമോഷൻസ് ആർ റീകളക്റ്റഡ് ഇൻ ഇറ്റ്സ് ട്രാങ്കുലേറ്റ്. ഇതിൻ്റെ ഉത്തരം വരുന്ന പ്രശാന്തിയിൽ അനുസ്മരിക്കപ്പെടുന്ന നൈസർഗിക വികാരങ്ങളുടെ അനർഗള പ്രവാഹമാണ് കവിത. ഓക്കെ, അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ള ക്ലാസ്സസിൽ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.